നമ്മളൊരു ജനകീയ സർവേയുടെ ഫലം ഇന്നലെ പ്രേക്ഷകരുമായി പങ്കുവച്ചു. മലയാളം വാർത്താ ചാനലുകളിൽ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടം 24 ആണ് എന്ന് ഈ സർവേ പറയുന്നു. കേരളത്തിൻ്റെ 14 ജില്ലകളിൽ നടത്തിയ സർവേയിലൂടെയാണ് പ്രേക്ഷകർ നേരിട്ട് അഭിപ്രായം രേഖപ്പെടുത്തിയത്. സർവേയിൽ പങ്കെടുത്ത 82% ആളുകളും 24-നൊപ്പം സഞ്ചരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലായ. തൊട്ടുപിന്നിൽ ഏഷ്യാനെറ്റ് ന്യൂസും മനോരമ ന്യൂസും ഇടം പിടിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ സർവേയിൽ പങ്കെടുത്ത 3000-നടുത്ത് വരുന്ന ആളുകളുടെ എല്ലാ വിവരങ്ങളും നമ്മുടെ 24-ൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ആളുകൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി വെബ്സൈറ്റിൽ പോയി ഈ സർവേയിൽ പങ്കെടുത്ത ആൾക്കാരുടെ ജെനുവിനെസ് പരിശോധിക്കാം. മൊബൈൽ നമ്പർ ഒഴിച്ചും അവരുടെ പേരും മേൽവിലാസവും ഒക്കെ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കാരണം ഈ കള്ളവും കപടവും ഇല്ലാതെ ജനങ്ങളുമായി നേരിട്ട് സംവദിച്ച് നടത്തിയ ഒരു സർവേയാണ്. മാത്രമല്ല, ഇത്തരം ഒരു സർവേയാണ് നടത്തുന്നത് എന്ന് പോലും ഇതിൽ പങ്കെടുത്ത ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാതെയായിരുന്നു തുറന്ന അഭിപ്രായം പറയാൻ വേണ്ടി ഈ സർവേ നടത്തിയത്. ഈ സർവേയുടെ വിശദാംശങ്ങൾ ഇതാണ്. വാർത്താ ചാനലുകളുടെ നിലനിൽപ്പിന് ആധാരം വിശ്വാസ്യതയാണ്. വാർത്തയെ വസ്തുതാപരമായും കൃത്യതയോടെയും അവതരിപ്പിക്കുന്നതിനൊപ്പം കെട്ടിലും മട്ടിലും ഏറ്റവും ആകർഷകമായ രീതിയിൽ അവതരിപ്പിക്കാൻ ഇന്ന് ചാനലുകൾ കടുത്ത മത്സരത്തിലാണ്. അവിടെയാണ് വാർത്തകൾ അറിയാൻ പ്രേക്ഷകർ ഏത് ചാനലിനൊപ്പം നിൽക്കുന്നു എന്ന പ്രധാന ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം തേടിയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14 ജില്ലകളിൽ 24 നേരിട്ട് സർവേ നടത്തിയത്. 10 മുതൽ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഉൾപ്പെടുന്ന 2834 പേർ ഈ സർവേയിൽ പങ്കെടുത്തു. ഇതിൽ 1075 പുരുഷന്മാരും 1754 സ്ത്രീകളും ജെൻഡർ വെളിപ്പെടുത്താത്ത 5 പേരും ഉൾപ്പെടുന്നു. വാർത്തകൾ അറിയാൻ ആശ്രയിക്കുന്ന ചാനലായി സർവേയിൽ പങ്കെടുത്തവരിൽ 82% തെരഞ്ഞെടുത്തത് 24-നെയാണ്. രണ്ടാം ചോയ്സായി ഏഷ്യാനെറ്റ് ന്യൂസിനെയും. കേരളത്തിന്റെ യുവത്വത്തെ പ്രതിനിധീകരിച്ച് 21-നും 40-നും ഇടയിൽ പ്രായമുള്ള 833 പേരാണ് സർവേയിൽ പങ്കെടുത്തത്. 77.4% യുവാക്കളുടെയും ഇഷ്ട ചാനൽ 24 ആണ്. ഏഷ്യാനെറ്റ് ന്യൂസും മനോരമ ന്യൂസുമാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ. സർവേയിൽ പങ്കെടുത്ത 1075 പുരുഷന്മാരിൽ 78.6% പേരും 24-നൊപ്പമാണെന്ന് അഭിപ്രായപ്പെട്ടു. പിന്നാലെയുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസും മനോരമ ന്യൂസുമാണ്. സർവേയുടെ ഭാഗമായ 1754 സ്ത്രീകളിൽ 78.2% പേരും വാർത്തകൾ അറിയാൻ 24 സ്ക്രീനിനെ ആശ്രയിക്കുന്നുവെന്ന് രേഖപ്പെടുത്തി. ഈ വിഭാഗത്തിൽ തൊട്ടുപിന്നിൽ ഏഷ്യാനെറ്റ് ന്യൂസും മനോരമ ന്യൂസും തന്നെ ഇടം പിടിച്ചു. കേവലം വാർത്തകൾ കാണുക എന്നതിനപ്പുറം ആ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന മാറ്റങ്ങൾ, അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായ മാറി മാറുന്ന ട്രെൻഡുകൾ ഒക്കെയും ഈ മാധ്യമ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഞങ്ങളെപ്പോലെ തന്നെ ഏറെക്കുറെ അവെയറാണ് ഇന്നത്തെ പ്രേക്ഷകർ. 22-നും 45-നും ഇടയിൽ പ്രായമുള്ള 406 വീട്ടമ്മമാരിൽ 79.6% പേരും 24-നെ അവരുടെ ഇഷ്ട ചാനലായി തെരഞ്ഞെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ടിവിയും തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചു. ഒരുപക്ഷെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ പങ്കെടുത്ത സർവേ കൂടിയാണിത്. അതിലും 78.2% ആളുകളും പറയുന്ന അവരുടെ ഇഷ്ടപ്പെട്ട, അവരുടെ ജനപ്രിയ, അവർ കാണാൻ ആഗ്രഹിക്കുന്ന, അവർ കാണുന്ന വാർത്താ ചാനൽ 24 എന്ന് തന്നെയാണ്. തികച്ചും സുതാര്യമായി നടന്ന 24-ന്റെ ജനകീയ സർവേയിൽ പങ്കെടുത്തവരുടെ പേരും മേൽവിലാസവും ഉൾപ്പെടെ 24-ന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രേക്ഷകരോട് ചേർന്നു നിന്നുള്ള ലളിതമായ വാർത്താവതരണ ശൈലിയാണ് 24-നെ ജനങ്ങളോട് അടുപ്പിച്ചതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു. 24 വാർത്ത മാത്രമേ വെക്കാറുള്ളൂ. രാവിലെ നേരം എഴുന്നേൽക്കുമ്പോൾ തന്നെ 24-ന്റെ വാർത്തകളുണ്ട് എഴുന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വേറെ ഒരു ചാനലും വയ്ക്കാറില്ല. രാവിലെ എനിക്കോ 24 വയ്ക്കുവോ, ജോലികൾ ചെയ്യുവോ, വാർത്ത വയ്ക്കുവോ. ജനങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ഒരു ചാനലാണ് 24. സെറ്റാണ്, അടിപൊളിയാണ്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ 24-ന് കരുത്താകുന്നത് പ്രേക്ഷകരുടെ ഈ അകമഴിഞ്ഞ പിന്തുണയാണ്. പ്രോത്സാഹനങ്ങൾക്കും വിമർശനങ്ങൾക്കും പ്രേക്ഷകർക്ക് നന്ദി. ന്യൂസ് ഡെസ്ക് 24. ഷബീർ PB ഒരു സംശയം ചോദിക്കുന്നു. 24-ന്റെ മൈക്കുമായി പോയി ചോദിച്ചാൽ ഇത് എങ്ങനെ നിഷ്പക്ഷ സർവേയാവും? ബൈ ദ വൈ മനോരമയേക്കാൾ മുന്നിലാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV എന്ന് പറയുന്നത്. ഷബീർ, താങ്കൾ അറിയേണ്ട ഒരു കാര്യം, നമ്മളിത് നമ്മുടെ സർവേ ആണ് നടത്തുന്നതെന്ന് അറിയാത്ത രീതിയിൽ സാധാരണ ഈ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ഈ രഹസ്യ സർവേകൾ നടത്താറുണ്ട്. അത്തരം ഒരു രീതിയാണ് നമ്മൾ അവലംബിച്ചത്. ഇതൊരു സർവേ ആണെന്നോ അവർ ഇഷ്ടപ്പെട്ട വാർത്താ ചാനൽ ഏതാണെന്ന് നമ്മൾ ടെലിവിഷനിൽ പറയുമെന്നൊന്നും ഈ സർവേയിൽ പങ്കെടുത്ത ആളുകൾക്ക് അറിയില്ല. അതിന് സാക്ഷിയായിട്ട് ഈ സർവേയിൽ പങ്കെടുത്ത ആളുകളുണ്ട്.
അപ്പോൾ നമ്മൾ വളരെ ജനാധിപത്യപരമായിട്ട് നടത്തിയ സർവേയാണ്, ജനഹിതം അറിയാൻ വേണ്ടി നമ്മൾ നടത്തിയ പരിശോധനയാണ്. കാര്യം ഒരുപാട് അവകാശവാദങ്ങളുമായിട്ടല്ല നമ്മൾ പ്രേക്ഷകരെ സമീപിച്ചെന്ന് പറയുക. എന്തായാലും പ്രേക്ഷകനും പ്രക്ഷേപകനും ഒന്നാകുന്ന അപൂർവമായ കാഴ്ചകളുണ്ട് എന്ന് നമ്മൾ ഒരുപാട് തവണ തെളിയിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണമായിരുന്നു നമ്മുടെ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. ലോകത്തൊരു ടെലിവിഷൻ ചാനലും പ്രേക്ഷകർക്ക് വേണ്ടി സംസ്ഥാന സമ്മേളനം വിളിച്ചിട്ടില്ല. നമ്മളതും ചെയ്തു. മാത്രമല്ല പ്രേക്ഷകരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തന്നെയാണ് നമ്മളെപ്പോഴും മുൻതൂക്കം നൽകി പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കൊപ്പമുള്ള ഈ യാത്ര തുടരുക തന്നെ ചെയ്യും. ഈ സർവേയിൽ പങ്കെടുത്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി. മാത്രമല്ല ജനഹൃദയങ്ങളിലേറ്റി പ്രേക്ഷകരെന്നും നമ്മളെ ലാളിക്കുന്നു എന്നറിയുമ്പോൾ നമുക്കും എന്തെന്നില്ലാത്ത ഒരു സന്തോഷമുണ്ട്. നമ്മൾ വരും കാലത്തും പ്രേക്ഷകരുടെ അഭിരുചിക്കും അവരുടെ താല്പര്യത്തിനും അവരുടെ പ്രതീക്ഷയ്ക്കും അനുസരിച്ചായിരിക്കും നമ്മുടെ യാത്ര. താങ്ക് യു മൈ ഡിയർ വ്യൂവേഴ്സ് വൺസ് അഗെയിൻ.